ഓഫർ പ്രൈസിൽ ഒരു ഫോർഡിന്റെ എക്കോ സ്പോർട്ട്, അതും ഫുൾ ഓപ്ഷൻ വേരിലേക്ക് 2019 മോഡലിൽ നിൽക്കുന്ന പെട്രോൾ എഞ്ചിൻ നിൽക്കുന്ന വെറും 50,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനം. എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ഓഫർ പ്രൈസ് എത്രയാണെന്നല്ലേ? വെറും 5,48,000 രൂപക്ക് ടൈറ്റാനിയം ഫുൾ ഓപ്ഷൻ വേരിയന്റ്. അപാകത കാര്യങ്ങളൊന്നുമില്ല അത്ര വാഹനം. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോ ക്ലൈമറ്റ് AC, എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ഹാൻഡ് റെസ്റ്റ് വരുന്നു, സീറ്റ് കവർ വരുന്നു, A to Z ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ഡോർ പാഡും കാര്യങ്ങളെല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. മിറർ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളെല്ലാം ഇന്റീരിയർ ഭാഗത്ത് വന്നിട്ടുണ്ട്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 90% ടയർ കണ്ടീഷനിൽ നിൽക്കുന്നു. എക്സ്റ്റീരിയർ ഭാഗങ്ങളൊന്നും കാര്യപ്പെട്ട പരിക്കോ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന എക്സ്റ്റീരിയർ ബോഡിയിൽ നിൽക്കുന്ന ഒരു വാഹനം. KL08 തൃശ്ശൂർ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന 2019 മോഡലിൽ നിൽക്കുന്ന ഫോർഡിന്റെ എക്കോ സ്പോർട്ട് എന്ന ടൈറ്റാനിയം എന്ന വേരിയന്റിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 5,48,000 രൂപക്ക് സീറോ ഡൗൺ പേയ്മെന്റോട് കൂടി സ്വന്തമാക്കാൻ പറ്റിയുള്ള ഒരു വാഹനം കൂടിയാണിത്. പെട്രോൾ എഞ്ചിൻ 1.5 ലിറ്റർ എന്ന എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഏകദേശം നമുക്കൊരു 12 to 14 വരെ നമുക്ക് പെട്രോളും മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ല യാത്രാ കംഫർട്ടുള്ള നല്ല ഇന്റീരിയർ സ്പേസ് ഉള്ള ഒരു വാഹനം കൂടിയാണിത്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യേന കുറഞ്ഞിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഡിഫോഗറും ബാക്ക് വൈപ്പറും വന്നിട്ടുണ്ട്. പിന്നെ ടെയിൽ ഗേറ്റിലാണ് നമ്മളെ സ്പെയർ വീലിന്റെ ഒരു പൊസിഷൻ വന്നിട്ടുള്ളത്. ബാക്കിലാക്കുക വ്യൂ എക്കോ സ്പോർട്ടിനെ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല, ഒരു അപാന ലുക്ക് തന്നെ നമുക്ക് ആ ബാക്ക് പ്രൊഫൈലിന് കിട്ടുന്നത്. ഇനി ഒരു 7 സീറ്റിൽ നിൽക്കുന്ന 22 കിലോമീറ്റർ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു ഹോണ്ടയുടെ വാഹനം കിടക്കുന്നു. ഹോണ്ടയുടെ മൊബീലിയോ എന്ന വാഹനം എസ് എന്ന വേരിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഡീസൽ എഞ്ചിൻ ID ടെക് എഞ്ചിൽ നിൽക്കുന്ന 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. 2015 ഇതിന്റെ മോഡൽ വന്നിട്ടുള്ളത്. KL07 എറണാകുളം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. ഡീസൽ എഞ്ചിൽ 7 സീറ്റ് മൈലേജ് ഉള്ള വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഹോണ്ടയുടെ മൊബീലിയോ എന്ന വാഹനം. 7 സീറ്റ് വാഹനം ആയതുകൊണ്ട് അത്യാവശ്യം ഇന്റീരിയർ സ്പേസ് വരുന്ന ഒരു വാഹനം കൂടിയാണ്. 4 പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്, സെൻട്രൽ ലോക്കിംഗ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണലി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം മിഡ് റോ ആണെങ്കിലും തേർഡ് റോ ആണെങ്കിലും അത്യാവശ്യം നമുക്ക് തൈ സപ്പോർട്ടും അതേപോലെ ലെഗ് സ്പേസും ലഭിക്കുന്ന ഒരു വാഹനം തന്നെ. മാത്രമല്ല സെൻട്രൽ AC ഇതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന നല്ല യാത്രാ കംഫർട്ടുള്ള നല്ല ഇന്റീരിയർ സ്പേസ് ഉള്ള ഒരു 7 അടങ്ങിയ ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഈ ഹോണ്ടയുടെ മൊബീലിയോ എന്ന വാഹനം. ഈ ഒരു വാഹനം 2015 മോഡൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 4,50,000 രൂപക്ക്. ഓൾമോസ്റ്റ് ഒരു 4 ലക്ഷം വരെ ഈ ഒരു വാഹനത്തിനകത്ത് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ 2 വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഒരു SUV സെഗ്മെന്റിൽ നിൽക്കുന്ന ഒരു ഫോർഡിന്റെ എക്കോ സ്പോർട്ട് എന്ന വാഹനം, ഒരു ഡീസൽ 7 സീറ്റ് വാഹനമായിട്ടുള്ള ഹോണ്ടയുടെ മൊബീലിയോ എന്ന വാഹനം. വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് മറ്റും ബുക്കിംഗിന് ആവശ്യമുള്ള കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത്. പേജ് ഫോളോ ചെയ്യാൻ മറന്നുമല്ലേ.